പ്രോട്ടീനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓടി വരുന്നത് ഒരു സംശയം വേണ്ട മാംസം തന്നെയാണ്, മീറ്റ് തന്നെയാണ്. തിങ്ക് പ്രോട്ടീൻ തിങ്ക് മീറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ ഫുഡ് സർക്കിളിലുണ്ട്. മാംസത്തിന് ഇത്രമാത്രം പോഷക പ്രാധാന്യം എന്തുകൊണ്ടാണ് വരുന്നത്? അത് ശരിയായ രീതിയിൽ മനുഷ്യൻ്റെ വളർച്ചയ്ക്കും മനുഷ്യൻ്റെ ആരോഗ്യത്തിനും എന്തുമാത്രം കോൺട്രിബ്യൂഷനാണ് മീറ്റിന് ചെയ്യാൻ സാധിക്കുന്നത്? ഒരു മാംസം എന്ന് പറയുന്നത് ശരിക്കും വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് മാംസം പെട്ടെന്ന് ചീഞ്ഞ് നാശമാവുന്ന പോലും. ബാക്ടീരിയ പോലും പ്ലാനറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ന്യൂട്രിയൻ ഡെൻസ് ഫുഡ് എന്ന് പറയുന്നത് മീറ്റ് തന്നെയാണ് അല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ നമ്മൾ ബാക്ടീരിയക്ക് പോലും വളരെ പെറ്റുപെരുകാൻ വളരെയധികം ന്യൂട്രിയൻസ് ഉള്ളത് കൊണ്ടാണല്ലോ അത് അത്രയും വേഗം ചീത്തയാവുന്നത് നമ്മൾ വെക്കുമ്പോൾ തന്നെ. ഇപ്പൊ മീറ്റിന്റെ പ്രോട്ടീനെ പറ്റി പറഞ്ഞാൽ തന്നെ നമ്മൾ മീറ്റ് പ്രോട്ടീന് ഒരു 20 തൊട്ട് 22% വരെ ആണ് 100 ഗ്രാമിലും നമ്മൾ മീറ്റ് പ്രോട്ടീൻ ഉള്ളതല്ലേ. അപ്പോ ആ പ്രോട്ടീന്റെ പ്രത്യേകതകളെ പറ്റി നമ്മൾ പലപ്പോഴും പറയാറില്ല. ആ പ്രോട്ടീൻ ഓൾമോസ്റ്റ് ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്. എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഉണ്ട് അതിൽ. പക്ഷേ അത് കൂടാതെ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്, അത് നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം ആഗിരണം ചെയ്ത് അകത്തേക്ക് നമ്മുടെ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും, 70% ബയോ അവൈലബിലിറ്റി ഉണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശരിക്കും മീറ്റ് പ്രോട്ടീൻ 90% ആണ് അതിന്റെ ഡൈജസ്റ്റബിലിറ്റി. ഇപ്പോ ഒരു ബീൻസിനൊക്കെ 78% ഡൈജസ്റ്റബിലിറ്റി ഉള്ളൂ. അപ്പൊ ഈ ന്യൂട്രീഷനിസ്റ്റ് FDA-യും FAO-യും വെച്ചിരിക്കുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട്, അതായത് പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് ഇൻഡെക്സ്. അപ്പോ അതെ, അപ്പൊ അത് അതിന്റെ മാക്സിമം വാല്യൂ ഡോക്ടർ മഞ്ജുനാഥൻ അറിയുന്ന പോലെ പിന്നെ 1 ആണ്. മീറ്റിന് അത് 0.9 ആണ്. പ്ലാന്റ് പ്രോട്ടീൻസിനൊക്കെ 0.5 തൊട്ട് 0.7 വരെയൊക്കെ ഉള്ളൂ ആ വാല്യൂ. എനിക്ക് 1-2 പോയിന്റ്സ് ആഡ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ നമുക്ക് ഇഷ്ടംപോലെ പ്ലാന്റ് പ്രോട്ടീൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ പൾസസിലാണെങ്കിലും ദാലിലാണെങ്കിലും അല്ലെങ്കിൽ ലെൻറ്റിൽസിലാണെങ്കിലും ഇഷ്ടംപോലെ പ്ലാന്റ് പ്രോട്ടീൻസ് ഉണ്ട്. വെജിറ്റേറിയൻസ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്ലാന്റ് പ്രോട്ടീനുകളാണ്. പക്ഷേ പ്ലാന്റ് പ്രോട്ടീനുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, പ്ലാന്റ് പ്രോട്ടീൻ എപ്പോഴും അടങ്ങിയിരിക്കുന്നത് ഫൈബറിൻ്റെ കൂടെയാണ്. കാരണം ചെടികൾ പ്രോട്ടീൻ സ്റ്റോർ ചെയ്യുന്നത് ശരിക്ക് അടിസ്ഥാനപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെടികൾ പ്രോട്ടീൻ സ്റ്റോർ ചെയ്യുന്നത് അത് അടുത്ത തലമുറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഫൈബറുമായിട്ട് ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ്. So plant protein is closely associated with fiber, and fiber is not digestible to human beings. അതുകൊണ്ടാണ് നമ്മുടെ വെജിറ്റേറിയൻ പ്രോട്ടീൻ ആയിട്ടുള്ള ഇത്തരം സോഴ്സുകൾ നമുക്ക് അത്ര ദഹനയോഗ്യമല്ലാതായി മാറുന്നത്. ഒരു 40%, 50% മാത്രമാണ് അതിൻ്റെ ഡൈജസ്റ്റബിലിറ്റി ഉള്ളത്. മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്, ശരീരത്തിൻ്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അമിനോ ആസിഡ്സ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വളരെ കീ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് ലൂസീൻ, ലൈസീൻ, മെത്തിയോണിനാണ്. ഇത് പലപ്പോഴും പ്ലാന്റ് പ്രോട്ടീനുകൾ മിസ്സിംഗ് ആണ്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മീറ്റ് പ്രോട്ടീൻസിലാണ്. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ സുനിൽ പറഞ്ഞ പോലെ PDCAS എന്ന് പറയുന്ന ഒരു ഗുണനിലവാരത്തിലോ അല്ലെങ്കിൽ ഡയാസ് എന്ന് പറയുന്ന ഗുണനിലവാരത്തിലോ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് 90% അല്ലെങ്കിൽ 0.9 സ്കോർ ഔട്ട് ഓഫ് 1 കിട്ടുന്നത് കൂടുതലും മീറ്റ് പ്രോട്ടീനാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരുപക്ഷെ പലപ്പോഴും വെജിറ്റേറിയൻസും നോൺ വെജിറ്റേറിയൻസും തമ്മിൽ ഒരു ന്യൂട്രീഷണലായിട്ടുള്ള ഇത്തരത്തിലൊരു ഡിസ്പാരിറ്റി വരാൻ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ നമ്മൾ സംസാരിച്ച രീതിയിലുള്ള ഒരു പ്രോട്ടീൻ്റെ ഗുണനിലവാരത്തിലുള്ള വ്യത്യാസമാണ്. അതെ, പ്രോട്ടീൻ കഴിഞ്ഞാൽ പിന്നെ B12 വൈറ്റമിൻ ആണ് ഇവിടെ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം. കാരണം B12ന്റെ ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ മീറ്റും മറ്റ് അനിമൽ പ്രൊഡക്ട്സും ആണ്. അത് നമുക്ക് ന്യൂറോളജിക്കൽ ഫങ്ഷൻസിനും അതിനെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇതാണ്. അപ്പൊ നമ്മളത് ഇവിടെ ചില വെജിറ്റേറിയൻസിലും വീഗൻസിലൊക്കെ അതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് വരുമ്പോൾ ഡോക്ടേഴ്സ് ഷോർട്ട് എടുക്കാനാണ് പറയുന്നത്. കാരണം നമുക്കൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ അങ്ങനെയൊക്കെ കഴിച്ചിട്ടൊന്നും അതിന്റെ അതെ B12 ഇഞ്ചക്ഷൻസ്. അപ്പം ബീറ്റ് അതിന്റെ നല്ലൊരു സോഴ്സ് ആണ്. ഫോളിക് ആസിഡ്, ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള സമയത്തൊക്കെ ഫോളിക് ആസിഡ് കഴിക്കണം എന്ന് പറയാം. ചില ചൈനീസ് കൾച്ചേഴ്സിലൊക്കെ ഈ ബീറ്റിന്റെ പ്രോട്ടീന്റെ ഒരു ടോപ്പ് ഇതെടുത്തിട്ട് അത് കൊടുക്കുന്ന ഇതൊക്കെ ഉണ്ട്, ഈ ഇതൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളത് സിങ്കും അയണും. നമ്മളിപ്പം ഈ മയോഗ്ലോബിൻ എന്ന് പറയുന്നതിന്റെ ഒരു മെയിൻ ഘടകം അയണാണല്ലോ. അപ്പൊ ഈ സിങ്കും അയണും നല്ല ബയോ അവൈലബിലിറ്റി ഉള്ള സിങ്കും അയണും മീറ്റിലുണ്ട്. പിന്നെ കോൺജുഗേറ്റഡ് ലീനോയിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ടും, പിന്നെ ബീറ്റ അലനിൻ എന്ന് പറഞ്ഞ ഇതിൽ നിന്ന് വരുന്ന കാർനോസിൻ മസിൽ ഡെവലപ്മെന്റിനും ഒക്കെ. പണ്ട് മഞ്ജുന് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, സുനിൽ ഗവാസ്കർ
ഒരു തവണ ഒരു കമന്റ് പറഞ്ഞിരുന്നു, ഇന്ത്യ ഒരിക്കലും ഫാസ്റ്റ് ബോളേഴ്സിന് ഉണ്ടാക്കാൻ പോകുന്നില്ല, കാരണം ഇന്ത്യക്കാർ വെജിറ്റേറിയൻസ് ആയതുകൊണ്ടാണ്, ഫാസ്റ്റ് ബോളിംഗ് വേണമെങ്കിൽ ബീഫ് കഴിക്കണം എന്ന് ഒരു കമന്ററി സുനിൽ ഗവാസ്കർ പറഞ്ഞിരുന്നു. അപ്പോൾ മസിൽ ഡെവലപ്മെന്റിനും അതിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരുപാട് ന്യൂട്രിയൻസ് മീറ്റിലുണ്ട്. അത് ഒരു എന്താ പറയാ, തർക്കമില്ലാത്ത വിഷയമാണ് ശരിക്കും. മീറ്റും നമ്മുടെ മസിൽ ഡെവലപ്മെൻറ്റും പ്രോട്ടീൻ റിക്വയർമെൻറ്റിനെ കുറിച്ചും നമ്മളിപ്പോൾ സംസാരിച്ചു. പക്ഷേ മീറ്റിന് അവിടെ മാത്രമേ കോൺട്രിബ്യൂഷൻ ഉള്ളൂ. മീറ്റിന് നമ്മളുടെ ബ്രെയിനുമായിട്ടും ഗട്ടുമായിട്ടും ബന്ധമുണ്ടോ? ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. മേ ബി നമ്മളുടെ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ വികാസവും നമ്മളുടെ മീറ്റ് ഈറ്റിംഗ് ഹാബിറ്റും തമ്മിൽ ബന്ധമുണ്ടോ? ഇതും ഇന്ന് വളരെയധികം പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. എന്താണ് ഡോക്ടർ സുനിൽ ഈ ഒരു പെർസ്പെക്റ്റീവ് ഷെയർ ചെയ്യാനുള്ള ഇൻസൈറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ അതിന്റെ ലിറ്ററേച്ചർ വായിക്കുമ്പം അറിയുന്ന ഒരു കാര്യം, നമ്മൾ ഏതോ ഒരു സ്റ്റേജിൽ, എവല്യൂഷന്റെ ഒരു സ്റ്റേജിൽ നമ്മുടെ ബ്രെയിൻ സൈസ് കണ്ടമാനം കൂടി. നമ്മുടെ ശരീരത്തിന്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള അനിമൽസിനെക്കാട്ടും അതിന്റെ റേഷ്യോ ബ്രെയിൻ സൈസ് വേഴ്സസ് ബോഡി സൈസ് നമ്മുടെ വളരെയധികം കൂടുതലാണ് ബ്രെയിനിന്റെ സൈസ്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രെയിനിന് ആവശ്യമുള്ള മെറ്റബോളിക് റിക്വയർമെന്റ് നമ്മുടെ റെസ്റ്റ് ഓഫ് ദ ബോഡിയേക്കാളും 9 times കൂടുതലാണ്. അപ്പം ചില ഹിസ്റ്റോറിയൻസ് പറയുന്നത്, ഈ ഫുഡ് റിലേറ്റഡ് ഇത് പറയുന്നത്, ഈ മാറ്റം സംഭവിച്ചപ്പോൾ, ഈ ബ്രെയിനിന്റെ വലുപ്പം കൂടിക്കഴിഞ്ഞപ്പോൾ, ഈ അന്ന് മനുഷ്യർ കഴിച്ചുകൊണ്ടിരുന്ന പ്ലാന്റ്സും ഇതിൽ നിന്നും ഇതിന് കൊടുക്കാൻ വേണ്ട ഒരു എനർജി കിട്ടുന്നില്ല, എനർജി റിച്ച് ആയിരുന്നില്ല അന്ന് കഴിച്ചിരുന്നത്. അപ്പൊ അതും ഈ ഒരു അതിന്റെ ഒരു കുറവും, ഈ മീറ്റ് വളരെ എനർജി ടെൻസായ മീറ്റ് സ്ഥിരമായിട്ട് കഴിച്ചതോടുകൂടി ആ ഒരു റിക്വയർമെന്റും മീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഹിസ്റ്റോറിക്കലായിട്ടുള്ളത്. പിന്നെ ഗട്ടിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗട്ടിൻ്റെതും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗട്ടിന്റെ സൈസുകളിൽ വന്ന വ്യത്യാസം, ഒരു സിമ്പിൾ സ്റ്റൊമക്കായി മാറിയിട്ട് കോളനും ശരിക്കും ഒരു കാർണിവോറിന്റെ പോലെ കുറച്ച് റിലേറ്റീവ്ലി ലോങ് സ്മോൾ ഇൻറ്റസ്റ്റൈനും ഈ മാറ്റങ്ങളും, പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ പല്ലുകളിലും നമ്മുടെ ഇതിലൊക്കെ വന്ന മാറ്റങ്ങളൊക്കെ ഒരു അനാറ്റമിക്കൽ മോഡിഫിക്കേഷൻ അത് വന്നിരിക്കുന്നതിൽ ആ മീറ്റിലേക്ക് മാറിയതിനൊരു ഇതുണ്ടെന്നാണ് അതിന്റെ ഇത് കാണിക്കുന്നത്. അതെ. അപ്പോൾ മനുഷ്യന്റെ ശരീരം മീറ്റ് തിന്നാൻ അഡാപ്റ്റ് ചെയ്തതാണോ അതോ മീറ്റ് തിന്നേണ്ട ആവശ്യമുണ്ടോ ശരീരം അഡാപ്റ്റ് ചെയ്യണമെന്നുള്ള ചോദ്യം അപ്രസക്തമായി കഴിഞ്ഞു അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. അതെ അതെ, ഇതെല്ലാം ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ഞാൻ പലപ്പോഴും നമ്മൾ ഒരുപക്ഷെ കുറച്ച് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യായിരിക്കും. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പലതും ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് അതിനുള്ള ബുദ്ധി വെച്ച് നമ്മൾ ഒരുപാട് പുരോഗമിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് മീറ്റ് കുറയ്ക്കണം, ക്ലൈമറ്റ് ചേഞ്ച്, ഇതിനെ പറ്റിയൊക്കെ. പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മനുഷ്യന്റെ പൂർണ്ണമായ അറിവോടെ ആയിരിക്കില്ല ഈ മാറ്റങ്ങൾ വന്നത്, മനുഷ്യൻ എന്ത് ഫീൽ ചെയ്തു എന്നുള്ളതാണ് വരുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് ക്ലൈമറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വരുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ വരുന്ന തലമുറകൾ അതുപോലെ തന്നെ പറയുമായിരിക്കും. നമ്മൾ കഴിക്കുന്ന മീറ്റ് ആണെങ്കിൽ ആ മീറ്റ് ഏത് മൃഗത്തിൽ നിന്നാണോ വന്നത് ആ മൃഗം എന്താണ് കഴിക്കുന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് യു ആർ വാട്ട് യു ഈറ്റ് എന്നുള്ള ചോദ്യം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു ആർ വാട്ട് യു ഈറ്റ് ഹാസ് ഈറ്റൺ. നീ എന്താണ് കഴിക്കുന്നത് അതാണ് നീ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നീ എന്താണ് കഴിക്കുന്നത് അത് എന്താണ് കഴിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ഇവിടെ ഇത് മീറ്റിൻ്റെ കാര്യത്തിൽ വളരെയധികം പ്രസക്തമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ വളരെയധികം കേൾക്കുന്ന ഒന്നാണ് ഗ്രാസ് ഫെഡ് മീറ്റ്. ഓക്കെ, എന്താണ് ശരിക്കും ഗ്രാസ് ഫെഡ് മീറ്റ്? അത് വെറൊരു ഹൈപ്പാണോ അതോ അത് ഒരു മാർക്കറ്റിംഗ് ഒരു സ്ട്രാറ്റജിയാണോ, മാർക്കറ്റിംഗ് ഹൈപ്പാണോ, അതോ ശരിക്കും അതിൻ്റെ പുറകിൽ എന്തൊക്കെയാണ് സയൻസ് ഉള്ളത്? ഗ്രാസ് ഫെഡ് ബീഫ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നുകിൽ ഗ്രേസിങ്ങിന് അതിനെ വിടാൻ ഉള്ള രീതിയിൽ അത് ഗ്രേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഗ്രാസ് തന്നെ നമുക്ക് ആ ഫീഡ് ചെയ്ത് നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റാറ്റിൽ വളരുന്ന മൃഗങ്ങളുടെ മാംസം. അതെ, അതാണ് കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെയൊക്കെ പറയുമ്പോൾ. ഇനിയിപ്പം ഗ്രെയിൻസ് വളരെയധികം കുറച്ചിട്ട്, ഗ്രെയിൻ ആണല്ലോ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു കാറ്റിൽ ഫീഡായിട്ട്, അത് കുറച്ചിട്ട് ഗ്രാസ് കൂടുതലായിട്ടുള്ള ഒരു ഡയറ്റ് ഇത് ഫോളോ ചെയ്യുന്നതാണ് ഗ്രാസ് ഫെഡ്. അപ്പൊ അതിനിവിടെ അമേരിക്കയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് കൊടുക്കുന്നതാണ്. കൺസ്യൂമേഴ്സ് ഗ്രാസ് ഫെഡ് ബീഫ് കഴിക്കണം എന്നുള്ള ഒരു ഇത് വളരെയധികം പോപ്പുലർ ആയി കഴിഞ്ഞു വർഷങ്ങളായിട്ട്. 10-15 വർഷം 20 വർഷമെങ്കിലും ആയി കാണും. പക്ഷെ അതിന് ന്യൂട്രീഷണൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. ശരിക്കും ഫാറ്റ് കണ്ടന്റ്, ഓവറോൾ ഫാറ്റ് കണ്ടന്റ് കുറവാണ്. പിന്നെ ഒമേഗ 6 ഏതാണ്ട് ഒരുപോലെയാണ്, പക്ഷെ ഒമേഗ 3 കൂടുതലായിട്ടുണ്ട്. പിന്നെ
ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഞ്ചുഗേറ്റഡ് ലീനോയിക് ആസിഡ് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ട്വൈസ് ആണ്. ഗ്രെയിൻ ഫെഡിനെക്കാട്ടും ട്വൈസ് ആയിട്ട് തന്നെ ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ന്യൂട്രീഷണലി അതിന് നല്ലതായിട്ടുള്ള ഒരു ഡിഫറൻസ് തന്നെ കാണുന്നുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ ഗ്രേസിംഗ് ഒക്കെ വിടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു എത്തിക്കലെയും ആൾക്കാർ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അത് ഗ്രേസിങ്ങിനൊക്കെ പോയിട്ട് അതിന്റെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിൽ വളരുന്നത് ഒരു എത്തിക്കൽ റീസണും കൂടി ആൾക്കാർ അതിൽ ആട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിന്റെ ജീവിതത്തിൽ അതിനെ ആസ്വദിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തതിന് ശേഷം അതിനെ ഉപയോഗിക്കും എന്നുള്ള ഒരു എത്തിക്കൽ ആസ്പെക്ട്. അതെ അതെ. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ 1-2 പഠനങ്ങൾ ഞാൻ വായിച്ചത്, ഒന്ന് ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പഠനമാണ്. അവിടെ ഈ ആടിൻ്റെ പാലിൽ നമ്മൾ സാധാരണ ഗ്രീൻ ടീയിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൈറ്റോ ന്യൂട്രിയൻ്റ് ആണ് കാറ്റച്ചിൻ എന്ന് പറയുന്നത്. അതൊരു പ്ലാന്റ് ഡിറൈവ്ഡ് ആയിട്ടുള്ളൊരു ന്യൂട്രിയൻ്റാണ്. സാധാരണ നമ്മൾ കാണുന്നത് ഗ്രീൻ ടീയിലാണ്. ഗ്രീൻ ടീയിൽ കാണുന്ന ഏകദേശം അതേ കണ്ടൻറ്റിലുള്ള കാറ്റച്ചിൻസ് ആക്ച്വലി ഗോട്ട് മിൽക്കിലുണ്ട്, ആട്ടിൻ്റെ പാലിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു മീറ്റ് അല്ല, പക്ഷേ ചില രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ഒന്നാണ് കങ്കാരുവിൻ്റെ ഇറച്ചി. കാങ്കറു മീറ്റിൽ അത് കഴിക്കുന്ന ആൾക്കാരിൽ സാധാരണ എന്ത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലൊരു പ്രതികരണം ഉണ്ടാവും, ഒരു സ്ലൈറ്റ് ഇൻഫ്ലമേഷൻ ഉണ്ടാവും. പക്ഷേ കങ്കാരുവിൻ്റെ മീറ്റ് ഉപയോഗിക്കുന്ന വ്യക്തികൾ നടത്തിയ പഠനങ്ങളിൽ അതിന് ഇൻഫ്ലമേഷൻ്റെ ലെവൽ വളരെ കുറവാണ്. അതായത് നമ്മൾ കഴിക്കുന്ന മാംസം എന്തോ ആയിക്കോട്ടെ, ആ മാംസം എവിടെ നിന്നാണോ വരുന്നത്, അത് മൃഗമായിക്കോട്ടെ പക്ഷി ആയിക്കോട്ടെ, അത് കഴിക്കുന്ന ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ അതിനകത്ത് ഒമേഗ 3യുടെ കണ്ടൻറ്റ് കൂടുതലുണ്ടോ, അല്ലെങ്കിൽ അതിനകത്ത് ഫൈറ്റോ ന്യൂട്രിയൻസിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ടോ, അത് കൂടുതലും പ്ലാന്റ്സും വെജിറ്റബിൾസും അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ ചെടികളിൽ നിന്ന് വരുന്ന ഫൈറ്റോ കെമിക്കൽസ് അത് അതിൻ്റെ ഭക്ഷണത്തിൽ കൂടെ അതിൻ്റെ ശരീരത്തിൽ വരും. അത് അതിൻ്റെ പാലിലായിക്കോട്ടെ, മുട്ടയിലായിക്കോട്ടെ, ഇറച്ചിയിലായിക്കോട്ടെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ളൊരു മീറ്റ് വളരെ ഡിഫറൻ്റ് ആണ്. ഒരു പക്ഷേ വൈൽഡ് മീറ്റ് എന്തുകൊണ്ടാണ് ഇത്രയും സുപ്പീരിയർ ആവാൻ കാരണം എന്ന് ചോദിച്ചാൽ അതിൽ കാണുന്ന ഫൈറ്റോ ന്യൂട്രിയൻറ്റുകളാണ്. പിന്നെ മറ്റൊന്നും നമുക്ക് ഇന്ന് നമ്മുടെ കമേഴ്സ്യൽ ഫുഡ് പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകളുടെയും അതുപോലെ പെസ്റ്റിസൈഡ്സിൻ്റെ കണ്ടൻറ്റ് വളരെ ഇതായിരിക്കും. അപ്പോൾ ഗ്രാസ് ഫെഡ് മീറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മീറ്റ് എന്ന് പറഞ്ഞത് ഒരു മാർക്കറ്റിംഗ് ഹൈപ്പ് അല്ല, മറിച്ച് അതൊരു ഡെഫിനറ്റ്ലി അതിനകത്തൊരു ന്യൂട്രീഷണൽ ആസ്പെക്ട്സ് ഉണ്ട്. അതെ. പിന്നെ അതിൽ ഓർഗാനിക് എന്ന് കൂടിയുള്ള ഒരു ലേബിൾ വരുമ്പം ഇവിടെ ആന്റിബയോട്ടിക്സ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരു മീറ്റ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ റെസിഡ്യൂസ് അതൊന്നും കാണാതെയുള്ള ഒരു ഇതെന്നുള്ള ഒരു രീതിയിലും കൂടെ ആൾക്കാർ അതിനെ കാണുന്നുണ്ട്. ഓർഗാനിക് ഇന്ത്യയിൽ അത്തരത്തിലുള്ള മീറ്റ് അവൈലബിൾ ആണോ, അതോ US-ലൊക്കെ വിപണികളിൽ, യൂറോപ്പിലും അമേരിക്കയിലൊക്കെ വിപണികളിൽ ഇത്തരത്തിലുള്ള ഒരു മീറ്റിന്റെ ഓപ്ഷൻ ഒരു കൺസ്യൂമർക്ക് ഉണ്ടോ? ഉണ്ട്. അത് വില പ്രീമിയം പ്രൈസിംഗ് ആണ്, അത് ബാക്കിയുള്ള പ്രൊഡക്റ്റ് പോലെ തന്നെ, പക്ഷെ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാംസം കഴിച്ചത് വെറ്റനറി സയൻസ് പഠിക്കാനായിട്ട് തൃശ്ശൂരിൽ വെറ്റനറി കോളേജ് എത്തിയ സമയത്താണ്. മിക്കവാറും എല്ലാ ദിവസങ്ങളിൽ ബീഫ് ഉണ്ടാവും, അല്ലെങ്കിൽ മിക്കവാറും ചിക്കൻ ഉണ്ടാവും. പിന്നെ സമൃദ്ധമായ ഫാമുകളാണ്, അതുകൊണ്ട് തന്നെ കാടയുടെ ഇറച്ചി ഉണ്ടാവും, മുയലിൻ്റെ ഇറച്ചി ഉണ്ടാവും, പിഗ് മീറ്റ് ഉണ്ടാവും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ ദിവസവും മീറ്റ് കഴിക്കുന്ന ഒരു ഭക്ഷണക്രമത്തിലോട്ട് ഞാൻ മാറി എൻ്റെ ഗ്രാജുവേഷൻ്റെ പഠന ഭാഗമായിട്ട്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു പൊതുവായ രീതിയിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ബവൽ മൂവ്മെൻറ്റുകൾ, അതായത് നമ്മുടെ കോൺസ്റ്റിപ്പേഷനും ഹെമറോയിഡ്സും എന്നെ പിടികൂടിയത് ആ കാലഘട്ടത്തിലാണെന്നൊരു അസോസിയേഷൻ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എങ്ങനെയാണ് മാംസം കഴിക്കേണ്ടതെന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അപ്പോൾ മാംസം നല്ലതാണ്, മാംസത്തിൻ്റെ പോഷകഘടനയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു, പക്ഷേ എങ്ങനെയാണ് ഈ ആക്ച്വലി മീറ്റ് കഴിക്കേണ്ടത്? എനിക്ക് തോന്നുന്നു നമ്മളൊരു കേരളീയ ഭക്ഷണക്രമം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മീറ്റ് കഴിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല കോംബോ എന്ന് പറയുന്നത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ബീഫും പൊറോട്ടയും, അല്ലെങ്കിൽ ബീഫും അപ്പവും, അല്ലെങ്കിൽ ചിക്കൻ കറിയും പുട്ടും, അല്ലെങ്കിൽ ദോശയും ചിക്കൻ കറിയും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ മാംസം കഴിക്കുന്നത് ധാന്യങ്ങളുടെ കൂടെ, അതും റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങുന്ന ഭക്ഷണത്തിൻ്റെ കൂടെയാണ്. ഇത് നല്ലതാണോ? പോഷക സംബന്ധമായി നോക്കിയാൽ, മെറ്റബോളിക് ആസ്പെക്റ്റ് നോക്കിയാൽ ഇത് മോശമാണ്. കാരണം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മീറ്റ്, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് അടങ്ങുന്ന ധാന്യങ്ങൾ അടങ്ങുന്ന ഭക്ഷണത്തിൽ കൂടെ കഴിക്കുമ്പോൾ ദിസ് പ്രോട്ടീൻ ഈസ് കമ്പൈൻഡ് വിത്ത് സ്റ്റാർച്ച്. ആ പ്രോട്ടീനെ വിളിക്കുന്നത് സ്വീറ്റ് പ്രോട്ടീൻ എന്നാണ് വിളിക്കുന്നത്, മധുരമുള്ള പ്രോട്ടീനാണ്. ഇത് ആരോഗ്യത്തിന് ഗുണകരമല്ല. അപ്പോൾ മാംസം നല്ലതാണ്, പക്ഷേ മാംസം കഴിക്കേണ്ടത് എങ്ങനെയാണെന്നും കൂടെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്.